ലോകം മുഴുവൻ ഇന്ന് അവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇന്ത്യൻ വേരുകളുള്ള 59 വയസ്സുകാരി സുനിത വില്യംസിനെയും 63കാരൻ ബെച്ച് വിൽമോറിനെയും ലോകം ഇന്ന് ഉറ്റുനോക്കുന്നു. സുനിത വില്യംസ് ഭൂമിയിലെത്തിക്കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുടെ പിന്നാലെയാണ് ഇന്ന് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ. നമുക്കറിയാം, ബഹിരാകാശ നിലയത്തിലേക്ക് 8 ദിവസത്തെ യാത്രയ്ക്ക് പോയ ഇവർ അവിടെ കുടുങ്ങിപ്പോവുകയും പിന്നീട് ഏകദേശം 300 ദിവസം അവിടെ തങ്ങുകയും ഇപ്പോൾ അവർക്ക് ഭൂമിയിലേക്ക് വരാനുള്ള ഒരു വാതിൽ തുറക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇതിനു മുൻപും ലോകത്ത് ഒരുപാട് പേർ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ബഹിരാകാശ യാത്ര നടത്തുകയും ദിവസങ്ങളോളം അവിടെ തങ്ങുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം കൃത്യമായ മുൻകരുതലോടുകൂടി, തയ്യാറെടുപ്പോടുകൂടി, മാസങ്ങളോളമുള്ള പ്രാക്ടീസുകളോടുകൂടിയൊക്കെ പോയിട്ടുള്ളതാണ്. കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ ഈ യാത്രകളിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഒരു പ്രൈവറ്റ് കമ്പനി പുതിയതായി കടന്നു വന്നപ്പോൾ അവരുടെ ബോയിങ് CST-100 എന്ന സ്റ്റാർലൈനർ പേടകത്തിൻ്റെ പരീക്ഷണത്തിന് അതിനുവേണ്ടി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ധൈര്യപൂർവ്വം പോയ 2 പേരായിരുന്നു സുനിത വില്യംസും ബെച്ച് വിൽമോറും. 2024 ജൂൺ 5-നാണ് ഇവർ അവരുടെ യാത്ര ആരംഭിച്ചത്. ലോഞ്ചിങ് കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ പിന്നിട്ട് ഡോക്കിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുമ്പോഴാണ് ജൂൺ 6-ന് അവർ ആ സത്യം മനസ്സിലാക്കുന്നത്. ആ ഒരു പ്രോബ്ലം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഡോക്ക് ചെയ്യേണ്ട ഇവർ ഇരിക്കുന്ന ഭാഗത്തെ ഹീലിയം ലീക്ക് സംഭവിച്ചിരിക്കുന്നു. എന്തായാലും ജീവൻ രക്ഷിക്കാനുള്ള ഏക മാർഗമെന്ന നിലയിൽ പേടകം ഒരുവിധം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യുന്നു. അതേസമയം ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നാസയുടെ എഞ്ചിനീയർമാർ പലതരത്തിലുള്ള ഡയഗ്നോസുകൾ ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നത്തിൻ്റെ ഭീകരത അവർ മനസ്സിലാക്കുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇവരെ സുരക്ഷിതമായി, അതായത് 8 ദിവസങ്ങളുടെ ഒരു ദൗത്യമായാണല്ലോ ഇവർ പോയത്, ഇത് പൂർത്തിയാക്കിയതിന് ശേഷം ഇവരെ സുരക്ഷിതമായി ഭൂമിയിലെത്തിക്കാൻ ഈ പേടകത്തിന് സാധ്യമല്ല എന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നു. നാസയുടെ മുമ്പിൽ 2 മാർഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, ഇവരെ എത്രയും പെട്ടെന്ന് ഭൂമിയിലേക്ക് എത്തിക്കുക, ഇമ്മീഡിയറ്റ്ലി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരിക. ഇവർ ഭൂമിയിൽ എത്തിക്കഴിഞ്ഞ് ഇതിൻ്റെ ടെക്നിക്കൽ പ്രശ്നം എന്താണോ അത് പഠിച്ച് അത് ഭൂമിയിൽ വെച്ച് പരിഹരിക്കുക. 2, ഒരു ഓൾട്ടർനേറ്റീവ് മാർഗത്തിലൂടെ വേറെ ഒരു പേടകം വിക്ഷേപിച്ച്, ഈ സ്പേസ് എക്സിൻ്റെ തന്നെ ഒരു പേടകം വിക്ഷേപിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരിക. ഈ മാർഗങ്ങളിൽ ഒന്നാമത്തെ മാർഗം ആത്മഹത്യാപരമായിരുന്നു. ഉദാഹരണമായി ചലഞ്ചർ ഡിസാസ്റ്റർ കൺമുൻപിലുണ്ട്. അതുപോലെ ഇന്ത്യൻ വംശജയായ മറ്റൊരു ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗളയുടെ മരണത്തിന് കാരണമായ കൊളംബിയ ദുരന്തവും മുന്നിലുണ്ട്. കൊളംബിയ ദുരന്തത്തിൽ അപകടം മണത്തിട്ടും നാസ വേണ്ട മുൻകരുതലുകൾ എടുക്കാഞ്ഞതാണ് കാരണമെന്നൊരു ആരോപണം ഇപ്പോഴും നാസയ്ക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ആദ്യത്തെ ഓപ്ഷൻ അവർ വേണ്ടാന്ന് വെച്ചു. സുനിത വില്യംസും ഭാര്യ വിൽമോറും ISS-ൽ ഇരുന്നാൽ മതി എന്ന തീരുമാനത്തിലേക്ക് ഗവേഷക സംഘം എത്തിച്ചേർന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര വളരെയധികം ശ്രദ്ധ വേണ്ടുന്ന ഒരു യാത്രയാണ്. സാധാരണ ഒരു ഉല്ലാസയാത്ര പോകുന്നത് പോലെ അല്ല. അവിടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും ഓരോ സമയവും എങ്ങനെ വിനിയോഗിക്കണമെന്നും അവരെ എന്ന് തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഉറപ്പും, അതുപോലെ ആ സമയങ്ങളിൽ അവരുടെ സാലറിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും അവരുടെ ഫാമിലിയുമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ, അങ്ങനെ ഒത്തിരി തയ്യാറെടുപ്പുകൾ ഇതിന് പിന്നിൽ വേണം. ഓക്കെ, അവർ ആസ്ട്രോണറ്റുകളും ക്രോസ്മോനറ്റുകളും ഒക്കെ ആണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം അവർ മനുഷ്യരാണ്. അവരുടെ ഈ സൗകര്യങ്ങളെല്ലാം, ഈ തയ്യാറെടുപ്പുകളെല്ലാം റദ്ദ് ചെയ്യുന്ന രീതിയിൽ ഈ ടെക്നിക്കൽ ഇഷ്യൂ അവരെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. മാനസികവും ശാരീരികവുമായുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുമെന്ന് പറയുമ്പോഴും നമുക്കറിയാം, ഭൂമിയിലെ കണ്ടീഷൻ അല്ല, അവിടെ മൈക്രോഗ്രാവിറ്റിയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സൗകര്യമില്ല. നമ്മുടെ രക്തങ്ങളുടെ പ്രവാഹം പോലും നേരെ ആയിരിക്കണമെന്നില്ല നടക്കുന്നത്. സമയം പോകാനുള്ള മാർഗങ്ങളൊന്നും അവിടെയില്ല. അതുപോലെ മസിൽ അട്രോഫി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പ്രതിഭാസമുണ്ട്. കൃത്യമായ ഗ്രാവിറ്റിയിൽ നടക്കുമ്പോൾ മാത്രമേ നമ്മുടെ ശരീരത്തിലെ മസിലുകൾ റീറ്റെയിൻ ചെയ്യപ്പെടുകയുള്ളൂ. എന്നാൽ സീറോ ഗ്രാവിറ്റിയിൽ മസിലുകൾക്ക് വീക്കമുണ്ടാകും. അതുപോലെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ശരീരത്തിലെ ഫ്ലൂയിഡുകൾ കൃത്യമായ പാതയിൽ സഞ്ചരിക്കില്ല. ഇത് കാഴ്ചയ്ക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. എന്നാൽ കൃത്യമായ പരിശീലനത്തിലൂടെ പോകുന്നവർക്ക് അതിനുള്ള എക്സസൈസുകളും മാർഗങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും. അതിന് വേണ്ട തയ്യാറെടുപ്പുകളും അവർക്കുണ്ടാകും. തീർച്ചയായിട്ടും ഈ പോയ 2 പേരും ഇവർ മുൻപരിചയത്തിൽ നിന്നും അവർ അത് സ്വീകരിച്ചിട്ടുണ്ടാകും. എങ്കിലും കൃത്യമായ തയ്യാറെടുപ്പുകൾ അവരുടെ ഈ യാത്രയിൽ, ഇത്രയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ അവർക്ക് ഉണ്ടായിട്ടില്ല. എന്നാലും കഴിഞ്ഞ 300 ദിവസങ്ങളിൽ ഏകദേശം 150ഓളം പരീക്ഷണങ്ങൾ ചെയ്യാൻ സുനിത വില്യംസിനും വിൽമോറിനും സാധിച്ചു എന്നുള്ളത് ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ഗവേഷകർ അവർ സ്വീകരിച്ച ഒരു കഴിവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും 8 ദിവസത്തേക്കുള്ള യാത്ര 300 ദിവസങ്ങൾ നീണ്ടു നിന്നെങ്കിലും അവർ സുരക്ഷിതമായി ഭൂമിയിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. 17 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്കൊടുവിൽ ഫ്ലോറിഡയിൽ നാളെ വെളുപ്പിനെ അവർ എത്തുകയാണ്. ഈ സംഭവം ലോകത്തിനൊരു പുതിയ നേട്ടമായി, അല്ലെങ്കിൽ ഒരു പുതിയ പാഠമായി കൂടി മനസ്സിലാക്കാം. അല്പം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും കുറച്ചു കാലം കൂടി സ്പേസിൽ 2 മനുഷ്യരെ നിലനിർത്താനാകും, അവരെ സുരക്ഷിതമായി നിലനിർത്താനാകുമെന്നും അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്യാനാകുമെന്നുള്ളതിന് ഒരു തെളിവായി അവരുടെ ഈ ഒരു തിരിച്ചുവരവിനെ കാണാം. എല്ലാവർക്കും ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ്. എല്ലാം ശുഭകരമായി പര്യവസാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.